ഞാനും ചെറിയ മാമയും കൂടെ നിർബന്ധിച്ചിപ്പോൾ കൊണ്ട് കിടത്തിയേ ഉള്ളൂ. പാവം കരഞ്ഞ് അതിന് വയ്യ. റിമാൻഡിലായി എന്നറിഞ്ഞപ്പോ തകർന്നു കാണും. അച്ഛൻ കയ്യിലിടുന്ന ആ ഗ്ലൗസ്, അതാണ് നമുക്കെതിരായി നിൽക്കുന്ന സോളിഡ് എവിഡൻസ്. അതെങ്ങനെ അവിടെ എത്തി? എനിക്ക് സംശയം ആ രാമൻ നായരെയാണ്. പോലീസിന് കൊടുത്ത മൊഴി വെച്ച് നോക്കുമ്പോൾ അയാൾ മേനോൻ സാറിനെതിരാണ്. അയാൾ ഇനി കോടതിയിൽ എന്താ പറയാൻ പോകുന്നെന്ന് അറിയാൻ വയ്യ. അയാളിപ്പോൾ എവിടെ ഉണ്ട് ജയകൃഷ്ണ? മുങ്ങിയിരിക്കുക. ഞങ്ങളിൽ തപ്പാൻ സ്ഥലം ബാക്കിയില്ല. താൻ അച്ഛനോട് തനിച്ച് സംസാരിച്ചോ? ഉവ്വ്. അദ്ദേഹം ആകെ തകർന്നിരിക്കുക. തന്നെ ഒന്ന് കാണണമെന്ന് മാത്രം പറഞ്ഞു. കാണണം, പക്ഷെ എങ്ങനെ ഫേസ് ചെയ്യുന്നറിയില്ലടോ. ഹൈക്കോടതി ജഡ്ജായിരുന്ന ആ മനുഷ്യൻ ലോ ലെവൽ ക്രിമിനൽസിന്റെ കൂടെ സബ് ജയിലിൽ. ഓർക്കാൻ വയ്യടോ ആ അറ്റ്മോസ്ഫിയർ വെച്ച് അച്ഛനെ കാണുന്നത്. അബി, എൻ്റെ അച്ഛനത് ചെയ്ത് കണ്ടോടോ. താൻ എന്തായി പറയുന്നത്? ഇല്ല എന്ന് 100 വട്ടം മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ. എങ്കിലും അളവ് കഴിഞ്ഞ ആത്മാഭിമാനവും മനുഷ്യനെ കുറ്റവാളിയാക്കും. ദൈവമേ, കാണുമ്പോൾ അച്ഛൻ എന്നോട് പറയാനുള്ളത് അതാവരുത്. നിരപരാധിയാണ് അച്ഛനെങ്കിൽ ഒരു കോടതിക്കും നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല അദ്ദേഹത്തെ. ഞാനവിടെ പോയിരുന്നു, സത്യമാണ്. അവളെ കണ്ട് മാപ്പ് ചോദിക്കാൻ, കൂടെ വിളിക്കാൻ. നിന്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് അവൾ സമ്മതിച്ചു. ആവർത്തിച്ച് പറഞ്ഞ നുണ തിരുത്തി പറയാൻ സുബോധം അനുവദിച്ചില്ല. അതുകൊണ്ട് കുടിച്ചിരുന്നു ഒരുപാട്. ആരെന്ത് പറഞ്ഞാലും നീ അച്ഛനെ വിശ്വസിക്കണം. വിശ്വസിക്കില്ലേ? അച്ഛനത് ചെയ്യില്ല. എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടായില്ല. ആരാണത് ചെയ്തത് എന്നെനിക്കറിയണം. നീ അവിവേകമൊന്നും കാട്ടരുത്. ഇല്ല, ആദ്യം അച്ഛനെ രക്ഷിക്കുകയാണ് വേണ്ടത്. അറിയാം. നിന്റെ അമ്മ വീണുപോകാതെ അവളെ നോക്കണം. പാവ, താങ്ങാനാതെ വലിയതൊന്നും. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. എന്നപ്പോഴോ ഇങ്ങനെ അധികം നേരം നിൽക്കാനാവില്ല എനിക്ക്. ധൈര്യമെല്ലാം ചോർന്നു പോകും പോലെ. പൊയ്ക്കോ. എന്താ ദിവാര ബുദ്ധിമുട്ടായത് എനിക്ക്? ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞാൽ താൻ വരില്ലല്ലോ. അതുകൊണ്ടാ ഇവരിങ്ങ് പൊക്കി എടുത്തോണ്ട് വന്നത്. എന്ത് ചൂടാ? എന്നെ ഒന്നും ചെയ്യരുത്. തന്നെ എന്ത് ചെയ്യാൻ? എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ദേഹം നോവാനിടയാക്കാണ്ട് താൻ അതങ്ങ് പറഞ്ഞാൽ തനിക്ക് പോവാം. ആരാ അവളെ കൊന്നത്? വാ തുറന്ന് പറയടാ ദിനേശ. അല്ല എന്ത് ചൂടാ, ഞാനീ ഒരു ശമ്പളക്കാരന്റെ സ്ഥിതി അറിയാമല്ലോ. പറയണ പണി ചെയ്യുക. കൂടെ പോണോന്ന് പറഞ്ഞാൽ പോവാ, കൂടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. അല്ലാതെ എന്താ ഏതാന്ന് ചോദിക്കാനോ പറയാനോ. ആരാടാ എന്റെ പെങ്ങളെ കൊന്നത്? പറയടാ. എന്റെ മോനെ പവിത്രൻ. ജയകൃഷ്ണ, എന്നെ പറഞ്ഞുവിട്. അച്ചു, കൊലയ്ക്ക് കൊല കൊണ്ട് എങ്ങനെ ഉത്തരം പറയാന്നല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്. അച്ഛനെ എങ്ങനെ രക്ഷിക്കുന്ന അദ്ദേഹത്തെ പുറത്തിറക്കുക ആദ്യം, എന്നിട്ട് ആലോചിക്കാൻ മറ്റെന്തും.
തനിക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കായിരുന്നില്ലോടോ ദിവാകര, പവിത്രനെ കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നതെന്ന്. അവൻ വരട്ടെ പ്രതികാരം ചെയ്യാൻ. മസിൽ പവർ കൊണ്ടാ അവൻ ഇതുവരെ കളിച്ചത്. പവിത്രന്റെ കളി വേറെയാ. അഡ്വക്കേറ്റ് ഐസക് മേനോന് വേണ്ടി ഹാജരാവൂ? ഏയ്, ഐസക് വരില്ല. അതിനുള്ള പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മേനോ മെന്റലി ആകെ താർന്നിരിക്കുക. കോടതിയിൽ അയാൾ കിടന്ന് ബബ്ബ അടിക്കും. പബ്ലിക്കിന്റെ ഇടയിൽ ഒന്നുകൂടി ഒരു ഇളക്കം ഉണ്ടാക്കണം. സർവകക്ഷി യോഗം എന്ന് പറഞ്ഞൊരു പുക്കാറുണ്ടാക്കാം. ആ പിലാശ്ശേരി മാധവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവന്റെ പാർട്ടീസ് ഇറങ്ങും. പത്രത്തിലൊരു ഗ്യാപ്പ് ഇല്ലാതെ സ്റ്റോറീസ് വന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഇൻഫ്ലുവൻസ് ജുഡീഷ്യറിയിൽ ഉണ്ടാവും. ആ പിന്നെ രാമകൃഷ്ണ, ആ ഗുമസ്തൻ നായർ പുറത്തിയാടാതെ നോക്കണം. അയാൾ എന്റെ കസ്റ്റഡിയിലല്ലേ? കോടതിയിൽ കൊണ്ടുവരുമ്പോഴേ അയാൾ ഇനി സൂര്യപ്രകാശം കാണും. ആ തന്തപ്പടി പെട്ടു എന്നറിഞ്ഞാൽ അവൻ വയലന്റ് ആകും. ആ സിറ്റുവേഷൻ നല്ല ഭംഗിയായി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ പൂവള്ളി ഇന്ദുചൂടൻ പിന്നീടുള്ള കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ മാത്രമാകും. ആ മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് ഹാജരാകാൻ കഴിയില്ലെങ്കിൽ വേണ്ട മിസ്റ്റർ, മറ്റാരാ എന്നുള്ളത് എനിക്ക് വിട്ടേക്കൂ. ഈ നാട്ടിൽ വേറെ ഉണ്ടല്ലോ വക്കീലന്മാർ. ആ താങ്ക് യു സോ മച്ച്. ഐസക് വക്കീലോ? ആ അയാൾക്ക് ഹാജരാകാൻ കഴിയില്ല. ജൂനിയേഴ്സിന് ആരെങ്കിലും വിടാമെന്ന് നാറി വലിയതാ. അപ്പൊ പിന്നെ ആരാ? ഇയാളാണെങ്കിൽ ഒരു വിശ്വാസമായിരുന്നു. ഇയാളാരെ പൽക്കി വാലയാ? പോമറ പുല്ലനോട്. ജയകൃഷ്ണ, ഓ ആ മാഗസിനിന്ന് ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാൽ പറന്നു വരും അവൻ. ഹബീബിനറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. നന്ദഗോപാൽ മാരാർ. നോക്കട്ടെ. അല്ല, ഇത് നരിയല്ലേ? Politicians should behave themselves. The roaring lion of Supreme Court, Nandagopal Marar, blurts out. Excerpts from Marar's controversial book, The Supreme Power. ഭയങ്കര ബിസിയല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ചാ എന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. കാണട്ടെ. കക്ഷിയുടെ ഫോട്ടോ അല്ലേ കവറില്? ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. നിർത്തണം എരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അല്ല മിസ്റ്റർ മാരാർ, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അങ്ങനെ പണം തന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നതല്ല. പണമല്ല, പവറായാലും അതിന്റെ ഒന്നും മുമ്പ് വീണ ചരിത്രം ഈ മാരാർക്കില്ല. ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് അയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ? ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപൊട്ടരോ? പോയാ ചെറ്റയോട് പറഞ്ഞേക്ക്, മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുമെന്ന്. എന്നെ വിളിച്ചത് ഇന്ദുചൂടനാ. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. എണീച്ച് പോടാം.